ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് തമിഴ്നാട് തീരം തൊടുകയാണ്. കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ഇന്ന് ഉച്ചയോടെയാകും ഈ ചുഴലിക്കാറ്റ് തീരം തൊടുക. ഇന്ന് ചെന്നൈ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഓറഞ്ച് അലേർട്ടും ഉണ്ട് ചില സ്ഥലങ്ങളിൽ. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നു. റഗീസ്, ഗുഡ് മോർണിംഗ്. കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ ഒരുപാടുണ്ടോ? ഇപ്പോൾ നല്ല കാറ്റ് അവിടെ അടിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. തമിഴ്നാടിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ഈ ചുഴലിക്കാറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? SKN മോർണിംഗ്. ഇന്നലെ രാത്രി മുതൽ ചെന്നൈ അടക്കമുള്ള മേഖലകളിൽ മഴ ശക്തമായിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. കാരണം ഫിൻജാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിന് ശേഷം ഇന്ന് ആയിരിക്കും, പ്രധാനമായും ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ആയിരിക്കും ശക്തമായ മഴയും കാറ്റും ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അത് പ്രധാനമായും ചെന്നൈ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിലാണ്. തഞ്ചാവൂരും നാഗപട്ടണത്തും തിരുവള്ളൂരും തിരുവാരൂരും ഒപ്പം തന്നെ വിയ്യപുരത്തും ഒക്കെ മഴ ശക്തമാകും. മയിലാടുതുറയിലും ഒക്കെയാണ് ഇത്തരത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഉച്ചയോടുകൂടിയാണ്, അല്ലെങ്കിൽ വൈകിട്ട്, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വൈകിട്ടോടുകൂടിയാണ് ഫിൻജാൽ ചുഴലിക്കാറ്റ് തീരം തൊടുക. അത് കാരക്കലിനും ഒപ്പം തന്നെ മഹാബലിപുരത്തിനും ഇടയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അന്നേരം മഴ അതിശക്തമാകും. ഇപ്പോൾ അങ്ങനെ അതിശക്തമായിട്ടുള്ള മഴയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിലെ 1-2 പ്രദേശങ്ങളിൽ മാത്രമാണ് അതിശക്തമായി മഴ പെയ്യുന്നത്. പക്ഷേ ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. അത് ശക്തമായ മഴയല്ല, പക്ഷേ നിന്ന് പെയ്യുന്ന തരത്തിൽ കുറേ നേരമായി മഴ തുടരുകയാണ്. അപ്പോൾ ഇത് കാര്യമായ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാകും മഴ അതിശക്തമാകുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഈസ്റ്റ് കോസ്റ്റ് റോഡിലാണ്. ഈ റോഡൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അടയ്ക്കുമെന്നാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മുന്നറിയിപ്പുമുണ്ട്. ഇന്നലെ ഒരു സർക്കാർ കുറേ നിർദ്ദേശങ്ങൾ ഇറക്കിയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഇതൊരു പുതുച്ചേരിക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡ് ഉൾപ്പെടെ ഉച്ചയ്ക്ക് ശേഷം അടയ്ക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ വേഗത സത്യത്തിൽ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. ചില സ്ഥലത്ത് വേഗത കൂടുന്നുണ്ട്, ചിലപ്പോൾ വേഗത കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 4 മണി 5 മണി സമയത്തൊക്കെ ആകും തീരം തൊടുക എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഇനി പുതിയൊരു അപ്ഡേറ്റ് 8 മണിക്ക് വരാനുണ്ട്. അതിലാണ് എത്രത്തോളം ഇത് തമിഴ്നാടിനോട് അടുത്തിട്ടുണ്ട് എന്നറിയുക. നിലവിൽ 190 കിലോമീറ്ററോളം അടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ 190 കിലോമീറ്റർ അകലെ നിൽക്കുമ്പോൾ ഒരു വൈകിട്ടോട് കൂടി ഇവിടെ എത്തുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. കടൽക്ഷോഭം അതിരൂക്ഷമാണ്. തീരദേശ മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വലയുന്നത്. അതിശക്തമായ കാറ്റടിക്കും, അനാവശ്യമായി പുറത്തിറങ്ങരുത്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിൽ നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ ഓരോ മണിക്കൂറിലും വരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. SDRFിൻ്റെയും NDRFിൻ്റെയും സംഘങ്ങൾ വിവിധ പ്രദേശത്തായി തമ്പടിച്ചിട്ടുണ്ട്. ഇവരൊക്കെയും ഈ ഒരു മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടപെടാനുള്ള തരത്തിൽ സജ്ജമായിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഓരോ പ്രദേശത്തും ഓരോ മന്ത്രിമാർക്ക് കൃത്യമായിട്ടുള്ള ചുമതല നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഫീൽഡിലെത്തി തന്നെയാണ് കാര്യങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. കാറ്റ് ശക്തമാകുന്നുണ്ടോ? ഇന്നലെ രാത്രി മുതൽ കാറ്റ് അതിശക്തമാണ്. പ്രധാനമായും ഇത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. തീരദേശ മേഖലകളിലൊക്കെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം കടലിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ്. അപ്പോൾ അവിടെയൊക്കെ അതിശക്തമായ കാറ്റടിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മഹാബലിപുരത്തേക്കാണ്. മഹാബലിപുരത്തേക്കൊക്കെ ഇപ്പോൾ തന്നെ കടലിലേക്കുള്ള വഴികളൊക്കെ അടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തീരമേഖലകളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ മഹാബലിപുരത്തിനും കാരക്കലിനും ഇടയിലാകും ചുഴലിക്കാറ്റ് നിലം തൊടുക എന്നുള്ളതാണ്, തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മഹാബലിപുരത്തൊക്കെ അതിശക്തമായ കാറ്റായിരിക്കും, അതിശക്തമായ മഴയായിരിക്കും. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ 4-5 മിനിറ്റിനിടയിൽ ഇവിടെ മഴ ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ കണ്ടുവരുന്നത് അതാണ്. 2 മിനിറ്റ് 3 മിനിറ്റിന് ഇടവിട്ട് മഴ അതിശക്തമായി മാറുന്നു, മഴ കൂടിക്കൂടി വരുന്നു. അങ്ങനെ നിലവിൽ നല്ല തോതിൽ നല്ല ആശങ്കയുണ്ട്. ജാഗ്രത പാലിച്ചു പോകണമെന്ന് സർക്കാർ വൃത്തങ്ങൾ ആവർത്തിച്ച് താങ്ക് യു റഗീസ്. എന്തായാലും കൂടുതൽ താങ്കൾ അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന മണിക്കൂറിൽ. ഇപ്പോൾ ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി കൊടുത്തിട്ടുണ്ട്.